ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റബിൾ പുലാവ് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പോവുകയാണേ. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക, സ്പൈസസ് എടുത്ത് വയ്ക്കുക. ഇതിൽ ചെയ്യേണ്ടത് കുക്കർ എടുത്തു, അതിൽ നമ്മൾ എണ്ണ ഒഴിക്കുക, നെയ്യ് ഒഴിക്കുക. അതിനുശേഷം അതിലോട്ട് വന്നിട്ട് നമ്മൾ ഈ സ്പൈസസൊക്കെ അങ്ങോട്ട് ഇടുക. സ്പൈസസിൻ്റെ ലിസ്റ്റ് ഞാനതിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിക്കോളൂ. അതിന് ശേഷം വന്നിട്ട് പച്ചമുളക്, സവാള അരിഞ്ഞതിട്ടിട്ട് നല്ലതായിട്ട് ഒന്ന് നല്ല വതക്കുക. അതിനുശേഷം വന്നിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടേണ്ടത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇടാം. നമ്മൾക്ക് കോളിഫ്ലവർ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഉപയോഗിച്ച് നല്ലതായിട്ട് ഇത് ചെയ്ത് ഒരു സൈഡിലോട്ട് അത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ റൈസ് എടുത്തു. 2 കപ്പ് റൈസാണ് എടുത്തത്. നല്ലോണം കഴുകുക. ആ സമയത്ത് ഈ വെജിറ്റബിൾസിൽ ഒന്ന് കല്ലുപ്പാണ് ഞാനിടുന്നത്, നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഉപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിൽ ഈ കഴുകി വെച്ച് അരി ഇട്ടു. അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് മല്ലിയില അതിന് മുകളിലോട്ട് ഇടുക. പിന്നെ അതിന് ശേഷം ഗരം മസാല, ഈ ഇടുന്ന ഗരം മസാലയാണ്. ഗരം മസാല ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിന് ശേഷം എന്തുവാ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് വന്നിട്ട് കുക്കർ ക്ലോസ് ചെയ്യാനുള്ള സമയമായി. വേറെ ഒന്നും നമ്മൾ ഇടുന്നില്ല. എരിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കറിയത്തില്ല മറ്റുള്ളവരൊക്കെ എങ്ങനെയാണ്, പക്ഷേ ഇത് വളരെ ഈസിയാണ്. ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതേ കുക്കറിൻ്റെ മൂടി വെച്ചു. കുക്കറിൻ്റെ മൂടി വെച്ചതിന് ശേഷം 3 വിസിൽ, ഞാൻ 3 വിസിലാണ് വെച്ചത്. സാധാരണ അരിയാണ്, ബാസ്മതി റൈസ് ഒന്നുമല്ല. നിങ്ങൾ സോക്ക് ചെയ്യേണ്ട, നിങ്ങൾ വെള്ളത്തിൽ കുതിർക്കേണ്ട, റൈസ് ഒന്നും ചെയ്യേണ്ട. ഞാൻ അങ്ങനെ കഴുകി അങ്ങനെ തന്നെ ഇട്ടു. ഇതേ നോക്കിയേ എങ്ങനെ വന്നു നോക്കിയാൽ ആ ചോറ് കണ്ടോ, റൈസ് എങ്ങനെ വന്നു നോക്കിയാൽ. വെജിറ്റബിൾ പുലാവ്, ഒരു അടിപൊളിയായിട്ടുള്ളൊരു വെജിറ്റബിൾ പുലാവായിരുന്നു. നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റി. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഉപയോഗിച്ചിട്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്നവർ എന്നോട് പറയുക വന്നിട്ട് എങ്ങനെയുണ്ട് എന്ന്. ഐ വിൽ ഫീൽ ഹാപ്പി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മക്കളെ. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. ബൈ, ടേക്ക് കെയർ.